ടെക് ലോകത്തിൽ നിന്നുള്ള വാർത്തകൾ. ബിറ്റ്കോയിൻ എക്കാലത്തെയും ഉയർന്ന നിരക്കായ $94,000 ഡൊണാൾഡ് ട്രംപിന്റെ മീഡിയ കമ്പനി ക്രിപ്റ്റോ ട്രേഡിംഗ് സ്ഥാപനമായ ബക്കറ്റ് ഏറ്റെടുത്തത് ഉൾപ്പെടെ മേഖലകളിലെ സുപ്രധാന സംഭവവികാസങ്ങളാണ് കുതിച്ചുചാട്ടത്തിന് കാരണം. ഏറ്റവും പുതിയ ട്രേഡിംഗ് സെഷനിൽ $94,078 ബിറ്റ്കോയിൻ പുതിയ റെക്കോർഡ് ഉയരത്തിൽ. ഡൊണാൾഡ് ട്രംപിന്റെ മീഡിയ കമ്പനി ക്രിപ്റ്റോ ട്രേഡിംഗ് സ്ഥാപനമായ ബക്കറ്റ് ഏറ്റെടുത്തതുൾപ്പെടെ ക്രിപ്റ്റോ സാമ്പത്തിക മേഖലകളിലെ സുപ്രധാന സംഭവ വികാസങ്ങളാണ് ഈ കുതിച്ചുചാട്ടത്തിന് കാരണം. ഈ റെക്കോർഡ് വളർച്ച ബിറ്റ്കോയിന്റെ വർദ്ധിച്ചുവരുന്ന പ്രാധാന്യത്തെ എടുത്തുകാണിക്കുന്നു. ട്രംപ് ഭരണകൂടത്തിന് കീഴിലുള്ള ക്രിപ്റ്റോ സൗഹൃദ നിലപാടിനുള്ള സാധ്യതയും വർധനവിന് കാരണമായെന്നാണ് സൂചന. ഇതേ തുടർന്ന് മൈക്രോസോഫ്റ്റ് അതിന്റെ ട്രഷറിയിൽ ബിറ്റ്കോയിൻ സംയോജിപ്പിക്കാനുള്ള സാധ്യതയുള്ളതായാണ് വിലയിരുത്തൽ. എന്നിരുന്നാലും ബിറ്റ്കോയിൻ $93,905 ശേഷം $92,000 താഴെയായി. ഈ സംഭവ വികാസങ്ങളോടുള്ള വിപണിയുടെ പ്രതികരണം ആൾട്ട് കോയിനുകളെ ബാധിച്ചു. ഈ ഏറ്റക്കുറച്ചിലുകൾക്കിടയിലും മൊത്തത്തിൽ വിപണി പോസിറ്റീവായാണ് തുടരുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലെ ഭക്ഷണ വിതരണ മേഖലയിൽ ഒന്നാമതായി സൊമാറ്റോ. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ 58% വിപണി വിഹിതവുമായാണ് സൊമാറ്റോയുടെ നേട്ടം. മോത്തിലാൽ ഓസ്വാളാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. സൊമാറ്റോയുടെ എതിരാളിയായ സ്വിഗ്ഗി 42% ഓഹരിയുമായി പിന്നിലാണ്. നടപ്പു സാമ്പത്തിക വർഷത്തിൽ സൊമാറ്റോയുടെ ഉടമസ്ഥതയിലുള്ള ബ്ലിങ്കിറ്റ് 46% വിപണി വിഹിതം രേഖപ്പെടുത്തി. സെപ്റ്റോ 29%, സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് 25% രേഖപ്പെടുത്തി. സ്വിഗ്ഗിയുടെ ഫുഡ് ഡെലിവറി ബിസിനസ് ഏപ്രിൽ-ജൂൺ കാലയളവിൽ 68,008 കോടി രൂപ നേടിയതായി റിപ്പോർട്ട് ചെയ്തപ്പോൾ സൊമാറ്റോയുടെ ഫുഡ് ഡെലിവറി 9,264 കോടി രൂപയിലെത്തി. ദ്രുതഗതിയിലുള്ള വളർച്ചയാണ് സൊമാറ്റോ കൈവരിച്ചതെന്നാണ് വിലയിരുത്തൽ. ഇപ്പോൾ സൊമാറ്റോയ്ക്ക് ഏകദേശം 20.3 മില്യൺ പ്രതിമാസ ഉപഭോക്താക്കളുണ്ട്. സ്വിഗ്ഗിക്ക് 14.03 മില്യൺ പ്രതിമാസ ഉപഭോക്താക്കളാണുള്ളത്. അതേസമയം മോത്തിലാൽ ഓസ്വാൾ അസറ്റ് മാനേജ്മെന്റ് സെപ്റ്റോയിൽ നിക്ഷേപം നടത്താനുള്ള ചർച്ചയിലാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തമിഴ്നാട്ടിൽ 1,792 കോടി രൂപയുടെ പ്ലാന്റ് വിപുലീകരണവുമായി ഫോക്സ്കോൺ. 20,000 പേർക്ക് കൂടി ജോലി ലഭിക്കും. ശ്രീപെരുമ്പുത്തൂരിലെ പ്ലാന്റ് വിപുലീകരിക്കാൻ ആപ്പിൾ ഐഫോൺ കരാർ നിർമ്മാതാക്കളായ ഫോക്സ്കോൺ നീക്കം തുടങ്ങി. പരിസ്ഥിതി അനുമതിക്ക് കമ്പനി അപേക്ഷ നൽകിയതായാണ് റിപ്പോർട്ട്. നിലവിൽ 3.55 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള നിർമ്മാണ മേഖല 4.79 ലക്ഷം ചതുരശ്ര അടിയായി വികസിപ്പിക്കുന്നതിലൂടെ പ്രീമിയം ശ്രേണിയിലുള്ള ഐഫോണുകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. നിലവിൽ 2,601 കോടി രൂപ മുതൽ മുടക്കിൽ പ്രവർത്തിക്കുന്ന ഫാക്ടറിയിലൂടെ 40,000 പേർക്ക് തൊഴിൽ ലഭിച്ചിരുന്നു. വിപുലീകരണത്തിലൂടെ 20,000 തൊഴിലവസരങ്ങൾ കൂടി സൃഷ്ടിക്കപ്പെടുമെന്നാണ് വിലയിരുത്തൽ. കൂടാതെ ഐപാഡ് നിർമ്മാണം ആരംഭിക്കാനും നീക്കമുണ്ട്. തായ്വാൻ കമ്പനിയായ പെഗാട്രോണിന്റെ ഇന്ത്യയിലെ ഏക ഐഫോൺ പ്ലാന്റിന്റെ ഭൂരിഭാഗം ഓഹരികളും ടാറ്റ ഇലക്ട്രോണിക്സ് വാങ്ങുമെന്നാണ് സൂചന. കരാർ പ്രകാരം ടാറ്റ 60% ഓഹരികൾ വാങ്ങി പ്ലാന്റിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കും. ബാക്കി ഓഹരികൾ കൈവശം വയ്ക്കുന്ന പെഗാട്രോൺ സാങ്കേതിക പിന്തുണ നൽകും. ഈ വർഷം മൊത്തം ഐഫോൺ കയറ്റുമതിയുടെ 25% ഇന്ത്യയിൽ നിന്നായിരിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സാമൂഹിക സാമ്പത്തിക സ്കെയിലിൽ ഒന്നാമതായി ബംഗളൂരു. നൈറ്റ് ഫ്രാങ്ക് പ്രൈം സിറ്റി ഇൻഡെക്സ് റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തുവന്നത്. ബംഗളൂരുവിലെ ഏറ്റവും ഉയർന്ന തൊഴിൽ പങ്കാളിത്ത നിരക്ക് 76% രേഖപ്പെടുത്തി. തൊഴിലില്ലായ്മ നിരക്ക് വെറും 1.8%. ഇത് ഡൽഹി NCR, മുംബൈ മെട്രോപൊളിറ്റൻ മേഖല, ഹൈദരാബാദ്, അഹമ്മദാബാദ്, ചെന്നൈ എന്നിവയേക്കാൾ കുറവാണ്. സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൽ സമീപകാലത്ത് വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും വൈവിധ്യമാർന്ന ബിസിനസ് പ്രവർത്തനങ്ങൾ കാരണമാണ് ബംഗളൂരുവിന്റെ സാമ്പത്തിക മേഖല ശക്തമായി നിലകൊള്ളുന്നതെന്നാണ് വിലയിരുത്തൽ. സമീപ വർഷങ്ങളിലെ ശക്തമായ റിയൽ എസ്റ്റേറ്റ് വിൽപ്പനയിലുണ്ടായ കുതിച്ചുചാട്ടവും സാമ്പത്തിക മേഖലയെ പിടിച്ചു നിർത്തി. ആഗോള നിക്ഷേപങ്ങൾക്കുള്ള പ്രധാന കേന്ദ്രമെന്ന നിലയിൽ ബംഗളൂരു അതിന്റെ സ്ഥാനം ഉറപ്പിച്ചതായാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അതേസമയം ഇന്ത്യയിൽ അതിവേഗം വളരുന്ന നഗരം ഹൈദരാബാദാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ടെക് സ്റ്റാർട്ടപ്പായ ബില്യൺ ഹാർട്സ് $4 മില്യൺ സമാഹരിച്ചു. ബ്ലൂം വെഞ്ചേഴ്സിന്റെ നേതൃത്വത്തിലുള്ള ഫണ്ടിംഗ് റൗണ്ടിലാണ് സമാഹരണം പൂർത്തിയാക്കിയത്.
മായങ്ക് ബിദാവത്ക തന്റെ പുതിയ ഉപഭോക്തൃ ടെക് സ്റ്റാർട്ടപ്പായ ബില്യൺ ഹാർട്സിനായി ബ്ലൂം വെഞ്ചേഴ്സിന്റെ നേതൃത്വത്തിലുള്ള ഫണ്ടിംഗ് റൗണ്ടിൽ $4 മില്യൺ സമാഹരിച്ചു. അടച്ചുപൂട്ടിയ മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമായിരുന്ന കൂവിന്റെ സ്ഥാപകനായിരുന്നു ബിദാവത്ക. ജനറൽ കാറ്റലിസ്റ്റ്, അതേര വെഞ്ചർ പാർട്ട്നേഴ്സ് എന്നിവരുടെ പങ്കാളിത്തവും ഫണ്ടിംഗ് റൗണ്ടിൽ ഉണ്ടായിരുന്നു. റെഡ് ബസ്, ഒല, ഇൻമൊബി, ഫ്ലിപ്കാർട്ട്, മിന്ത്ര എന്നിവയിൽ നിന്നും സീനിയർ എക്സിക്യൂട്ടീവുകളിൽ നിന്നും സെപ്റ്റംബറിൽ സമാഹരിച്ച $2,50,000 തുടർ നടപടിയാണ് ഈ സീഡ് റൗണ്ട്. ആഗോളതലത്തിൽ കമ്പനിയെ കെട്ടിപ്പടുക്കുന്നതിനും സാങ്കേതികവിദ്യ മെച്ചപ്പെടുത്തുന്നതിനും ഈ ഫണ്ട് ഉപയോഗിക്കുമെന്ന് ബിദാവത്ക വ്യക്തമാക്കി. ഓഗസ്റ്റിൽ ആരംഭിച്ച ബംഗളൂരു ആസ്ഥാനമായുള്ള കമ്പനി നിലവിൽ സൈനപ്പുകൾ സ്വീകരിക്കുന്നുണ്ട്. അടുത്ത വർഷം ആദ്യം ബീറ്റ ലോഞ്ച് ചെയ്യും. തുടർന്ന് ആൻഡ്രോയിഡ്, ഐഫോൺ ഉപകരണങ്ങളിൽ ആപ്പ് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.